വയനാട്ടിലെ വന്യമൃഗശല്യത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കുമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ നമ്മോട് പറഞ്ഞത്. വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇതുവരെ ജില്ലയിൽ എത്തിയില്ല എന്ന വിമർശനത്തിന് പ്രസക്തി ഇല്ലെന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ മന്ത്രിമാരെ തടയുമെങ്കിൽ തടയട്ടെ എന്നാണ് കെ രാജൻ പറയുന്നത്. മന്ത്രി കെ രാജൻ ഇപ്പോൾ 24-നോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ് ഇന്നിപ്പോൾ മന്ത്രിതല സംഘം വയനാട്ടിലേക്ക് എത്തുന്നത്. എങ്ങനെയുള്ളൊരു പ്രശ്നപരിഹാരമാണ് നിലവിൽ സർക്കാരിന് മുന്നിലുള്ളത്? നേരത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മേധാവികളുമായിട്ടും ജനപ്രതിനിധികളുമായിട്ടൊരു കൂടിയാലോചന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അക്കാര്യങ്ങൾ നല്ലതുപോലെ താഴത്തേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ആളുകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കാണുകയും അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടില്ല. കാരണം വെച്ചാൽ ഇക്കാര്യത്തിൽ സർക്കാരിന് മറ്റൊരു അഭിപ്രായമല്ല, അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളോട് കൂടിച്ചേർന്ന അഭിപ്രായമാണ്. കാര്യത്തിൽ കൂട്ടിച്ചേർന്നൊരു അഭിപ്രായം കൂടി പറയാം. അതോടൊപ്പം ഈ മന്ത്രിമാർ ജില്ലയിലേക്ക് എത്താൻ വൈകിയെന്ന് പ്രതിപക്ഷം പറയുന്നു. അതോടൊപ്പം ഇന്ന് ജില്ലയിലെത്തുന്ന മന്ത്രിമാരെ തടയുമെന്ന് പ്രതിപക്ഷം UDF-ഉം BJP-യും പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തടയുമെങ്കിൽ തടയട്ടെ. ഞങ്ങൾ ആ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട നിയമസഭാംഗങ്ങളായിട്ടുള്ള സിദ്ദിഖും IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ചർച്ച ചെയ്തത്. അവരാണ് ഞങ്ങളോട് പറഞ്ഞത് അവിടെ ഒരു മന്ത്രിതല സംഘം വരണമെന്നും നേരത്തെ വനം വകുപ്പ് മന്ത്രി പോകാതിരുന്നത് നന്നായി എന്നും അവർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ആലോചിക്കാം, നമുക്ക് തടയുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ പ്രയാസമുള്ളൊരു കാര്യമല്ല. ഇതെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നമ്മൾ പോസിറ്റീവായി എടുക്കേണ്ട കാര്യങ്ങളാണ്. ജനങ്ങളുടെ പ്രതികരണങ്ങളും ജനങ്ങളുടെ പ്രയാസങ്ങളും നമുക്ക് മനസ്സിലാവും. ഒറ്റ കാര്യം, ഈ കടുവാക്രമണം ഉണ്ടാകുന്ന ഡിസംബറിലാണ്. അപ്പോൾ ഇതുവരെയും ഈ മന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എത്തിയില്ല എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളിൽ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും പ്രയാസങ്ങൾ അവരുടെ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കും. ഈ നഷ്ടപരിഹാരം നൽകുന്നതിലും ഉടൻ തീരുമാനം ഉണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഈ വയനാട്ടിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് മന്ത്രി പ്രതികരിക്കുകയായിരുന്നു. എന്താണെങ്കിലും പ്രശ്നപരിഹാരം, ആളുകളുടെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ പല സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്.